ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. വളരെ ടേസ്റ്റി ആയിട്ടൊരു ബട്ടർ ചിക്കൻ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് 1 കിലോ ചിക്കൻ മീഡിയം സൈസ് കറി പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ വലിയ പീസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് ഫോർക്ക് കൊണ്ട് കുത്തുന്നത് നന്നായിരിക്കും. ചിക്കനിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട് ആദ്യം ചേർത്ത് കൊടുക്കുക. ഇനിയും ചിക്കനിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇനിയും ചിക്കനിലേക്ക് 5-6 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നല്ല ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിത്തീരുമ്പോൾ കനം കുറച്ച് നീളത്തിലരിഞ്ഞ 6 സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴലാനായിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 5 ടൊമാറ്റോസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് 4-5 കാശ്മീരി ചില്ലി, 2 ഗ്രീൻ ചില്ലി, 1/2 ഇഞ്ച് നീളത്തിൽ ഒരു 4 കഷ്ണം ഇഞ്ചി, 7-8 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 20 നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 പിടി മല്ലിയില തണ്ടോടുകൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടീസ്പൂൺ കസൂരി മേത്തിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇരുപത് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. വേറൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ചൂടായ നെയ്യിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയും സ്വല്പം ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക. ബട്ടർ ഉരുകി ചിക്കൻ ഒരു വശം ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം മുരിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 വശവും ചെറുതായിട്ടൊന്ന് മുരിച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അധികം മൂത്ത് പോകരുത്.
കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ 2 വശവും ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ മുരിച്ചെടുക്കുക. ഇടയ്ക്ക് സ്വല്പം ബട്ടർ ഇട്ട് കൊടുത്ത് മുരിച്ചെടുക്കുക. വഴറ്റിയത് തണുത്തതിന് ശേഷം മിക്സിയിലാക്കി അടിച്ചെടുക്കാം. ചിക്കനെല്ലാം വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്ത പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. ഇനിയും ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പൊടികളെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം അരച്ചു വച്ചിരിക്കുന്ന ഗ്രേവി മസാല നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തതിൽ ബാക്കി ഗ്രേവിയും കൂടെ അതിലേക്ക് ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം. അടപ്പ് തുറന്ന് ചിക്കൻ ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഗ്രേവിക്ക് ആവശ്യമായ തിളപ്പിച്ച വെള്ളവും ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ചിക്കൻ വേകുന്നത് വരെ കുക്ക് ചെയ്യാം. 2 ടീസ്പൂൺ മേത്തി ലീവ്സ് ചൂടാക്കി പൊടിച്ചത് മുകളിൽ വിതറി ഇളക്കി യോജിപ്പിച്ച് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മുകളിൽ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും വിതറി കുറച്ച് ബട്ടർ അവിടെ ഇവിടെയും ഇട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നാൻ്റെ കൂടെയും ഭട്ടൂരയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ബട്ടർ ചിക്കനാണിത്. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന ബട്ടർ ചിക്കൻ്റെ അതേ രുചിയിലുള്ള ഈ ബട്ടർ ചിക്കൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ബായ്.